പി.കെ. ശശിയെ അനുകൂലിച്ച് കെ.പി.സി.സി വക്താവ് സന്ദീപ് വാര്യർ. സിപിഐഎം പ്രതിഷേധത്തെ വിമർശിച്ചാണ് സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇക്ബാൽ അറക്കൽ നൽകും വിവരങ്ങൾ. ഇക്ബാൽ എന്തായാലും കോൺഗ്രസിലേക്ക് വരുമോ എന്നൊക്കെയുള്ള ചർച്ചകൾക്കിടെയാണ് പി.കെ. ശശിയെ അനുകൂലിച്ച് കെ.പി.സി.സി വക്താവ് സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. സിപിഐഎം പ്രതിഷേധത്തെ വിമർശിച്ചാണ് സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്നാണ് മനസ്സിലാക്കുന്നത്. അനുകൂലിച്ച് സന്ദീപ് വാര്യർ ഇപ്പോൾ പോസ്റ്റ് ഇട്ടിരിക്കുന്നു എന്നുള്ളതാണ്. പി.കെ. ശശിയെ അനുകൂലിച്ചുള്ള ഒരു പോസ്റ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പി.കെ. ശശിക്കെതിരെ എന്തായാലും സിപിഐഎം നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ്. മണ്ണാർക്കാട് പി.കെ. ശശിക്കെതിരെ സിപിഐഎം പ്രകടനം നടത്തുകയൊക്കെ ചെയ്തിരുന്നു. നേരത്തെ പി.എം. ആർഷോയുടെ പ്രതികരണം അടക്കം നമ്മൾ കാണുകയും ചെയ്തതാണ്. ഭീഷണി മുദ്രാവാക്യം വിളിച്ചുള്ള ഒരു പ്രകടനമൊക്കെ കാണുകയും ചെയ്തതാണ്. ഇപ്പോൾ ഇതാ പി.കെ. ശശിയെ അനുകൂലിച്ച് കെ.പി.സി.സി വക്താവ് സന്ദീപ് വാര്യർ രംഗത്തെത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് പുറത്തു വന്നിരിക്കുന്നത്. സിപിഐഎം പ്രതിഷേധത്തെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ് സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് എത്താം. മറ്റൊരു വാർത്തയിലേക്ക് കടക്കുകയാണ്. ഈ വാർത്തയിലേക്ക് തന്നെയാണ് എത്തുന്നത്. ഇക്ബാൽ അറക്കൽ ചേരുന്നുണ്ട്. ഇക്ബാൽ, എന്താണ് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് സന്ദീപ് വാര്യർ? ഇന്ന് CPM നേതാവായിട്ടുള്ള പി.കെ. ശശിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ CPM പ്രവർത്തകർ തന്നെ മണ്ണാർക്കാട് നഗരത്തിൽ ഇറങ്ങിക്കൊണ്ട് നടത്തുകയായിരുന്നു. അതായത് ഈ CPMന്റെ പാർട്ടി ഓഫീസിലേക്ക് പടക്കം എറിഞ്ഞത് പി.കെ. ശശിയുടെ അനുയായിയാണെന്നും ഇത് പി.കെ. ശശിയുടെ അറിവോടുകൂടിയാണെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ഈ പ്രതിഷേധങ്ങളെല്ലാം നടന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പി.കെ. ശശിയെ അനുകൂലിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി സന്ദീപ് വാര്യർ തന്നെ രംഗത്തേക്ക് എത്തിയിട്ടുള്ളത്. പി.കെ. ശശിയാണ് മണ്ണാർക്കാട്ടെ പാർട്ടി ഓഫീസ് ഉണ്ടാക്കിയത്. അന്ന് പി.കെ. ശശി മണ്ണാർക്കാട്ടെ പാർട്ടിക്ക് 6ാം തമ്പുരാനായിരുന്നു. കണിമംഗലം കോവിലത്തെ ജഗന്നാഥൻ തമ്പുരാൻ എന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ പിന്നീട് പി.കെ. ശശിയെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള വാക്കുകൾ ഉൾപ്പെടെ സന്ദീപ് വാര്യർ കുറിക്കുന്നുണ്ട്. ഉത്സവം നടത്തണമെന്ന് ജഗന്നാഥൻ തീരുമാനിക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. തീരുമാനിച്ചാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ നോക്കും. കൊടിയേറിയിട്ടുണ്ടെങ്കിൽ ഉത്സവം നടത്തും എന്ന രീതിയിലുള്ള വാക്കുകൾ ഉൾപ്പെടെ സന്ദീപ് വാര്യർ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട്. ഏതായാലും പി.കെ. ശശിയെ കോൺഗ്രസിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു. അതിനിടയിൽ പി.കെ. ശശിക്കെതിരെ CPM തന്നെ നഗരത്തിലേക്ക് ഇറങ്ങി പ്രതിഷേധം നടത്തുന്നു. അതിനിടയിലാണ് കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ഇത്തരത്തിൽ പി.കെ. ശശിയെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടും സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റും അതുപോലെ തന്നെ മറ്റ് ചർച്ചകളുമായി രംഗത്തേക്ക് എത്തുന്നത്. ഓക്കെ, വ്യക്തമാണ്. ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്.